എല്ലാരും അറിഞ്ഞല്ലോ അല്ലേ? RCB അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ചെന്നൈയുടെ. ചെന്നൈ ഫാൻസ് നിങ്ങൾ ഇപ്പോഴും ഈ ടീമിൽ വിശ്വസിക്കുന്നുണ്ടോ? RCB 250 റൺസാണ് അടിച്ചു കൂട്ടിയത് വെറും 3 വിക്കറ്റ്സിൽ. ഇംപോസിബിൾ. RCBയുടെ ബാറ്റ്സ്മാൻമാരിൽ ബാക്കിയുള്ളവർ ഒരു മയത്തിലെങ്കിലും കളിച്ചു. ഇതിപ്പോ ഈ ടിം ഡേവിഡ് എന്താ കളിച്ചേ? എജ്ജാതി മനുഷ്യൻ, എക്സ്പ്ലോസീവ് നോക്ക്. CSK ബൗളേഴ്സിൽ ആരാ ഉണ്ടായിരുന്നേ? കലീൽ മാത്രം അല്പം എന്തോ പിടിച്ചെറിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ വൻഷോന്ന്. അതും കലീൽ വിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല. കമ്മിങ് ടു ചെന്നൈസ് ബാറ്റിംഗ്, സഞ്ജു ഇനി ബെഞ്ചിൽ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ആ സർഫറാസും പ്രശാന്ത് വീറും പിന്നെ ഓവർടണും കൂടെ കളിച്ചതുകൊണ്ട് നാണം കിട്ടില്ലെന്ന് പറയാം. 207 റൺസിലെങ്കിലും കൊണ്ടെത്തിച്ചു. എന്തായാലും ഇനി ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട CSK ഫാൻസ്. ഞാൻ എഴുതിത്തരാം, RCB ഫൈനലിൽ വരും. മുൻപ് RCBക്ക് ബാറ്റിംഗ് ലൈനപ്പ് മാത്രമാണ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ബൗളിംഗ് ലൈനപ്പ് വീക്ക് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ ഭുവനേശ്വർ കുമാറിനെ അവർ ഇറക്കി. അതാണ് അവരുടെ ടേണിംഗ് പോയിന്റ്. ഇപ്പൊ വളരെ സ്ട്രോങ് ആണ്. നമുക്കറിയാം ഇന്ത്യക്ക് വേണ്ടി ഭുവനേശ്വർ കുമാർ ഡെത്ത് ഓവേഴ്സ് ഒക്കെ എങ്ങനെ എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. RCB ഈ ടീം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്ത 5 വർഷത്തേക്ക് വേറെ ഒരു ടീമും കപ്പ് പ്രതീക്ഷിക്കണ്ട. ഇനി CSK തല ധോണി ഇറക്കി വല്ലതും പ്രതീക്ഷിച്ചാലേ ഉള്ളൂ. എന്നാലും വലിയ മാറ്റമൊന്നും ഉണ്ടാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവസാനം വലിയ പുള്ളി ഇറങ്ങത്തുള്ളൂ, അതും 2 6 അടിക്കാനായിട്ട്. എന്നാൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. എടാ, അമ്മാതിരിയല്ലേ കഴിഞ്ഞ 18 വർഷം RCBക്കാരെ CSK കാരന്മാർ ഊക്കിയത്. അപ്പൊ RCB ഫാൻസ് CSK ഫാൻസ് എന്തെങ്കിലും പറയാനുണ്ടോ? കമന്റ് ചെയ്യാമോ?